വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫാഷൻ ഷോകളും അതുപോലെ നിരവധി വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ അതായത് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട്, ചിരട്ട കൊണ്ട്, കാട് കൊണ്ടൊക്കെ ഒരുപാട് ഫാഷൻ ഷോകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് നാഷണൽ ലെവലിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഷോകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശിവ മാഡം. അദ്ദേഹം പുതിയൊരു കോൺസെപ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതായത് ഇപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞ പുതിയൊരു സംഭവം തുടങ്ങിയിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ ഇത്ര നാളും ഞാൻ ഷോ കണ്ടക്ട് ചെയ്തിരുന്നു. ഞാനായിട്ട് എന്റെ ഒരു കമ്പനിയായിട്ട് ഒരു ഷോയോ കാര്യങ്ങളോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ആ ഒരു ഇത് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കണം എന്ന് തോന്നി. ആ ഒരു ഇതിലേക്കാണ് ഞാനും കുറെ കാര്യങ്ങൾ ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് വരുന്ന ഡിസൈനേഴ്സും ആ ഒരു ലെവലിലേക്ക് ആയിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെയാണ് ഈ ഒരു ഷോയിലേക്ക്. അതായത് ഡിഫറെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള വെറുതെ പറയുന്നതല്ല. അതായത് ചിലപ്പോൾ കാടിന് വേണ്ടി കാട് തന്നെ കൊണ്ടുവരിക, അതുപോലെ ചിരട്ട കൊണ്ടൊക്കെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുക, അതുപോലെ ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് കൊടുക്കുക, നാഷണൽ ലെവലിലൊക്കെ ഇന്റർനാഷണൽ ലെവലിലൊക്കെ ഫാഷൻ ഷോകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു കോസ്റ്റ്യൂം ഡിസൈനറാണ് നമ്മുടെ ഷീബ റഹ്മാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ 2025 യൻഷെ ഫാഷൻ ഐക്കൺ 2025 എന്ന് പറഞ്ഞിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷോ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആസ് എ ബ്ലോഗർ എന്നുള്ള രീതിയിൽ ഞാൻ ഇവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അതായത് മാഡം, അതായത് ഈ ഒരുപാട് ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഇത് വന്നിട്ടുള്ളത്? ശരിക്കും ഈ ഓപ്പർച്യൂണിറ്റി ഇതിപ്പോ നമ്മുടെ തന്നെ ഒരു എൻഷെ ഡിസൈനർ, അതിന്റെ ഒരു കമ്പനിയാണ്, ക്ലോത്തിങ് ബ്രാൻഡ് അറിയാലോ. അപ്പൊ അതിന് ഓൺലൈനിലേക്ക് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനകത്തേക്ക് ഒരുപാട് ഡിസൈനേഴ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ടും കൂടിയാണ് ഈ ഷോ ഞാൻ ഒരുപാട് നാളായിട്ട് മനസ്സിലുണ്ട്. അപ്പൊ ഇതിന് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിക്കൂടാ എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് നമ്മള് ഒരു 2 വർഷമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനുള്ള ഒരു പണിയിലായിരുന്നു. അതായത് എനിക്കിത് ശരിക്കും പറഞ്ഞ ഒരു വ്യത്യസ്തത തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരുപാട് ഡിസൈനർ സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിലുണ്ട്. ഇവർക്കൊന്നും ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല. ഈ ഒരു ഷോയിലൂടെ നമുക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ ഷോയിൽ പങ്കെടുക്കാനും അവരുടെ കോസ്റ്റ്യൂം, അവരുടെ ഒരു സ്കില്ലൊക്കെ പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോ ഇത് എങ്ങനെയാണ് ശരിക്കും കണ്ടക്ട് ചെയ്യണത്? എങ്ങനെയാണ് ശരിക്കും അത്? ഇത് ഇപ്പൊ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. ഏജ് പോലും പ്രശ്നമല്ല. അവരുടെ ഒരു ടാലന്റ് ആണ് വേണ്ടത്. അതിപ്പോ ഒരു 60 വയസ്സായ ഒരു ഡിസൈനർ ഉണ്ട്, അവർക്കൊരു ആഗ്രഹമുണ്ട് എനിക്കൊരു ഡിസൈൻ ഷോക്കേസ് ചെയ്യണം, അവർക്കും ഇതിനകത്ത് പങ്കെടുക്കാം. അതാണ് ടാലന്റഡ് ആയിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഏജ് ഒരു പ്രശ്നമല്ല. അതിന് ടാലന്റ് ആണ് വേണ്ടത്. ടാലന്റ് അവർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് അവർക്കും വരാമെന്നുള്ളതാണ്. അതിൽ നമുക്ക് ഇപ്പോ നിലവിൽ നടത്താനിരിക്കുന്നത് കക്കാടംപൊയിൽ ബീർ റിസോർട്ടിൽ വെച്ചിട്ടല്ലേ? അത് നവംബർ 30th ഈ ഒരു ഷോ അവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഡിസൈനേഴ്സിനൊക്കെ നമ്മുടെ മാഡത്തിന്റെ ഒരു ഇതിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തികച്ചും എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഒരു കാര്യം തന്നെയാണ്. കാരണം സ്ത്രീകൾക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി, അതായത് കാരണം ഞാൻ പറയാം, ഞാനൊരു ഡിസൈനറാണ്. ഞാൻ 10-15 വർഷമായിട്ട് തന്നെ ഹോൾസെയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇഷ്ടംപോലെ ഡിസൈനേഴ്സ് ഇന്റേൺഷിപ്പിനും അല്ലാതെ പഠിച്ചു കഴിഞ്ഞവർക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കും തന്നെ ഒരു ടാലന്റ് എന്ന് പറയാൻ പറ്റില്ല. പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കടല് പോലെ കിടക്കും. തിയറി പഠിച്ചതുകൊണ്ട് ആർക്കും അതിനകത്തേക്ക് വരാനില്ല. അപ്പൊ ഇവരൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് ഇപ്പൊ ടാലന്റഡ് ഉള്ളവരാണെങ്കിൽ ആരാണെങ്കിലും ഈ പഠിച്ചു വരുമ്പോ തന്നെ ഇവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇവർ കഷ്ടപ്പെട്ട് ഇത്ര വർഷം ഒരു ടെക്സ്റ്റൈലും അവിടെ ഇവിടെയൊക്കെ നിന്നിട്ടാണ് ഒരു ഇതിലേക്ക് എത്തിപ്പെടുന്നത്. അതില് കുറച്ചുപേരൊക്കെ അതെ. അപ്പൊ കുറച്ചുപേരൊക്കെ പകുതി തന്നെ ഇട്ടിട്ടോ. പക്ഷെ ഞാൻ ഡിസൈനിങ് പഠിച്ചു തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അവിടെ മുതൽ ബിസിനസ് തന്നെയാണ്. പക്ഷെ എന്റെ ഒരു കഴിവ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ തന്നെ കുറെ കാര്യങ്ങൾ പഠിച്ചത് എന്റെ വർക്കേഴ്സാണ്. അപ്പൊ ബംഗാളികളും ഹിന്ദിക്കാരൊക്കെ തന്നെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. എല്ലാവരും പുറത്തുനിന്നുള്ളവരാണ്. പിന്നെ ഡിസൈനേഴ്സ് മാത്രമാണ് നമ്മളുടെ വിടുന്നത്. അപ്പൊ ഈ ഡിസൈനേഴ്സിന്റെ സ്ട്രഗിളിങ്ങും ഇതൊക്കെ കണ്ടിട്ട് ഞാനൊരു അവർക്ക് വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ കൊണ്ടുവരുന്നത്. അതായത് വർഷങ്ങളായിട്ടുള്ള ഒരുപാട് നാളത്തെ ഒരു പ്രയത്നം, ആഗ്രഹം, അതാണ് ഞാൻ ഇവർക്ക് വേണ്ടി. എന്തായാലും നമ്മുടെ മലയാളികൾക്ക് ഇങ്ങനെ ഒരു ഗംഭീര ഒരു ഓപ്പർച്യൂണിറ്റിയാണ് യൻഷെ ഫാഷൻ ഐക്കൺ 2025 നമുക്ക് കിട്ടാൻ പോണത്. എന്തായാലും മാഡത്തിനെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൽ ഹെൽത്ത് വോക്ക് എന്ന പേരിലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒരു ആസ് എ ബ്ലോഗർ എന്നുള്ള രീതിയിലും ഇവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി മാഡം. താങ്ക് യു സോ മച്ച്.